ശ്രീലങ്കയിൽ വീശിയടിച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന നൽകുന്ന സഹായവും ദുരന്ത നിവാരണവും തുടരുന്നു. രക്ഷാപ്രവർത്തനം, ദുരിതബാധിതരെ ഒഴിപ്പിക്കൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പ്രാദേശിക ഏജൻസികളെ സഹായിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ ടീമുകൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയ സഹായം വേഗത്തിലെത്തിച്ചതിന് പുറമെ ഇന്ത്യൻ വ്യോമസേനയുടെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തിന്റെ മേൽനോട്ടത്തിൽ ഹെലികോപ്റ്ററുകളും ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സിന്റെ അംഗങ്ങളെയും കൊളംബോയിലേക്ക് വിന്യസിച്ചു. ശ്രീലങ്കൻ അധികൃതരുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും രക്ഷിക്കുന്നതിനുള്ള ദൗത്യങ്ങൾ നടത്തുകയും ശ്രീലങ്കൻ സൈന്യത്തെ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കുകയും ചെയ്യുന്നു. ശ്രീലങ്കയുടെ മധ്യപ്രവിശ്യയിലെ മണ്ണിടിച്ചിലിൽ കോടുമല പൂർണ്ണമായും തകർന്നു. ശ്രീലങ്കൻ പൗരന്മാർ, ഇന്ത്യക്കാർ, വിദേശ പൗരന്മാർ എന്നിവരുൾപ്പെടെയുള്ളവരെ കൊളംബോയിലേക്ക് വിജയകരമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 2 ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ പങ്കാളികളായി. ഇതുവരെ 335 ഇന്ത്യൻ പൗരന്മാരെ തിരുവനന്തപുരത്ത് എത്തിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും. രക്ഷാ സാമഗ്രികൾ എത്തിക്കുന്നതിനും NDRF ടീമുകളെ എത്തിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ IL-76 C-130J ഹെവി ലിഫ്റ്റ് വിമാനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചു. ഇന്ത്യയും ശ്രീലങ്കയും ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും മാനുഷികവുമായ ബന്ധങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണ്. പ്രാദേശിക സഹകരണത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ആവശ്യങ്ങളുള്ള സമയങ്ങളിൽ അയൽക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള ഇന്ത്യൻ പ്രതിബദ്ധത ഓപ്പറേഷൻ സാഗർ ബന്ധു വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇതിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. കൂടാതെ ശ്രീലങ്കയിലെ ജനങ്ങളെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ സഹായിക്കുന്നതിനാവശ്യമായ പിന്തുണ നൽകുന്നത് ഇന്ത്യ തുടരുമെന്നും അറിയിച്ചു.